അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടൈഗർ ടൗണിലേക്ക് വന്ന ആ ഒരു കഥയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ആണല്ലോ? ആണ്. ഇന്ന് അതിൻ്റെ അവസാനത്തെ പാട്ടാണ്, അവസാനത്തെ ഭാഗമാണ്. ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതേതാണ്? കണ്ടോളി. ഒന്നാമത്താണ് ഷുഡ് ഹാവ്. ആർക്കാ സംശയമില്ലാത്തത്? കുഡ് ഹാവ്. ആർക്കാണ് സംശയമില്ലാത്തത്? മൈറ്റ്. ആർക്കാണ് ഇല്ലാത്തത്? എന്ത് സംശയം? കണ്ടോളി. നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പാട്ടിൽ എവിടെ വെച്ചാണ് നിർത്തിയത്? ഒരു ടൈഗർ വരുന്നു അല്ലേ, സ്കൂളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് അല്ലേ. ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് അവിടെ കിടന്നുറങ്ങി. ടൈഗറിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ തട്ടിൻ പുറത്തേക്ക് കയറിയിട്ട് അവിടെ ഒളിച്ചിരുന്നു. എന്നിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റും കൂടി നിന്നു. അവിടെയാണ് നമ്മൾ അവസാനിച്ച് നിർത്തിയത്. ആണല്ലോ? പോരി. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം, ദ സർക്കസ് മാസ്റ്റർ അറൈവ്ഡ്. അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയെന്ന്. അപ്പം എന്തായി? ദ സർക്കസ് മാസ്റ്റർ, സർക്കസ് ഉടമ എത്തി. ഹി എക്സ്പ്ലെയിൻഡ്, അദ്ദേഹം വിവരിച്ചു. എന്ത്? കണ്ടോളി. ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ കണ്ടോളി. ദ ടൈഗർ ബിലോങ്ഡ് ടു ഹീസ് സർക്കസ്. ഇവിടെ കണ്ടോ, ഇവിടെ അതിമനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അതാണ് ബിലോങ് ടു. ബിലോങ് ടു. ബിലോങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാണ്. ദിസ് ഈസ് മൈൻ അല്ലേ, നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയാറുണ്ടല്ലോ, ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. അതിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. എങ്ങനെ? ദിസ് ബിലോങ്സ് ടു മീ. ദിസ് ബിലോങ്സ് ടു മീ, ഇത് എൻ്റേതാണ്. സെയിം അർത്ഥമാണ്. ഇവിടെ ഒരു മനോഹരമായ കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാണ്, എക്സ്ക്യൂസ് മീ, ഈ കാർ എൻ്റെ അച്ഛൻ്റേതാണ്. എങ്ങനെ പറയാം? ദിസ് കാർ ബിലോങ്സ് ടു മൈ ഫാദർ. എന്താണ്? ദിസ് കാർ ബിലോങ്സ് ടു മൈ ഫാദർ. ഓക്കെ. അപ്പോൾ ഇവിടെ ബിലോങ് ടുവിൻ്റെ പാസ്റ്റാണ്. ഓക്കെ, ആയിരുന്നുള്ള. കണ്ടോളി. ഹി എക്സ്പ്ലെയിൻഡ്, അദ്ദേഹം വിവരിച്ചു. ദ ടൈഗർ ബിലോങ് ടു ഹിസ് സർക്കസ്. ടൈഗർ അദ്ദേഹത്തിൻ്റെ സർക്കസിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞു, എന്ന് വിശദീകരിച്ചു. അത് മാത്രമല്ല, ഇതും കൂടി പറഞ്ഞു. ആൻഡ് വാസ് എ ട്രെയിൻഡ് അനിമൽ. ഇവിടെ ഉണ്ടോ? ട്രെയിൻഡ് അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശീലനം കിട്ടിയ മൃഗം എന്നാണ്. പരിശീലനം കിട്ടിയ മൃഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കി അദ്ദേഹം. പക്ഷെ ആളുകൾ വിശ്വസിക്കേണ്ടത്. എന്നിട്ട് ഇനി അടുത്താണ് ഹി അഷ്വേർഡ്. അദ്ദേഹം ഉറപ്പ് നൽകി. ആർക്ക് എന്ന് പറയാം? അഷ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് നൽകി എന്നാണ്. ആർക്ക്? ദി ഒഫീഷ്യൽസ്, അധികാരികൾക്ക്. ഹി അഷ്വേർഡ് ദി ഒഫീഷ്യൽസ്. അദ്ദേഹം അധികാരികൾക്ക് ഉറപ്പ് നൽകി. എന്ത്? ദാറ്റ് എന്ന്. അപ്പൊ ഇവിടെ കണ്ടോ എന്നുള്ള എങ്ങനെയാണ്? ടൈഗർ അദ്ദേഹത്തിന്റെ സർക്കസിൻ്റെതായിരുന്നു എന്ന് ഉണ്ടോ? എന്ന് അല്ലെ, ടൈഗർ അദ്ദേഹത്തിന്റെ സർക്കസിൻ്റെതായിരുന്നു എന്ന് അല്ലെ, എന്ന് വിശദീകരിച്ചിട്ടുള്ള. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ എന്ന് എന്നുള്ളതാണ്. എങ്ങനെ കൺട്രോൾ ചെയ്താ? ഇവിടെ പറഞ്ഞു ഹി അഷ്വർഡ് ദി ഒഫീഷ്യൽ. അദ്ദേഹം അധികാരികൾക്ക് ഉറപ്പ് നൽകി ദാറ്റ് ഹി കുഡ് സേഫ്ലി ടേക്ക് ബാക്ക്. ഇവിടെ ഒരു പ്രയോഗം ഉണ്ട്. ടേക്ക് ബാക്ക്. എന്താണ് ടേക്ക് ബാക്ക്? എന്നർത്ഥം തിരിച്ചു കൊണ്ടുപോവുക എന്നാണ്. എന്താണ് തിരിച്ചു കൊണ്ടുപോവുക? അപ്പം എന്തായി? ഹി കുഡ് സേഫ്ലി, കുഡ് കഴിയുന്ന കേട്ടോ. ഒന്നായി അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നായി എന്ന് പറയാം. ഹി ഇവിടെ അദ്ദേഹം കേട്ടോ, അദ്ദേഹത്തിന് കഴിയും എന്നോ സുരക്ഷിതമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ. അപ്പം എന്താ? അദ്ദേഹത്തിന് അതിനെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് അദ്ദേഹം അധികാരികൾക്ക് ഉറപ്പ് നൽകിയെന്നായി. അപ്പോൾ ഒരു സംശയം, സാറേ ഇവിടെ കഴിയുന്നുള്ളതിന് ക്യാനല്ല ഉപയോഗിക്കേണ്ടത്, എന്തുകൊണ്ട് കുഡ് വന്നു? അതിന് കാരണം കണ്ടോളി. ഇവിടെ നമുക്കറിയാം അഷ്വേർഡ് ഇവിടെ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അഷ്വറിന്റെ പാസ്റ്റ് ആയിട്ടുള്ള അഷ്വേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ക്യാന് പകരം നമ്മൾ കുഡ് ഉപയോഗിച്ചത്. അങ്ങനെ ക്യാനിന് പകരം കുഡ് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അർത്ഥത്തിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അർത്ഥം വെക്കുമ്പോൾ ഒരു മാറ്റമില്ല. ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. ഇനി അടുത്തുണ്ടോ?
However, എന്നാൽ ദി ഒഫീഷ്യൽസ് വേർ അഫ്രൈഡ്. ഇവിടെ കണ്ടോ, വേർ അഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിരുന്നു എന്നാണ്. ഭയന്നിരുന്നു. അപ്പോൾ ദി ഒഫീഷ്യൽസ് വേർ അഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഭയന്നിരുന്നു. എന്തിനെ കുറിച്ച് ഭയന്നിരുന്നു? കണ്ടോളി, ദാറ്റ് ദ ടൈഗർ മൈറ്റ് അറ്റാക്ക് ഹിം. ഇവിടെ കണ്ടോ, മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്ന് പറഞ്ഞത്. ലെസ് പോസിബിലിറ്റി, കുറഞ്ഞ സാധ്യത, ചെയ്തേക്കാം. എങ്ങനെ? അറ്റാക്ക് ഹിം, അദ്ദേഹത്തെ ആക്രമിച്ചേക്കാം. മൈറ്റ് അറ്റാക്ക് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിച്ചേക്കാം. ആര്? ടൈഗർ, അല്ലേ? അപ്പൊ ടൈഗർ അദ്ദേഹത്തെ ആക്രമിച്ചേക്കാം എന്ന് അധികാരികൾ ഭയന്നിരുന്നു എന്നായി. ഇതൊക്കെയാണല്ലോ, ഇതൊക്കെയാണ്. ഇനി അടുത്താണ് വെൻ ദ 1 മിനിറ്റ്, ജസ്റ്റ് അടുത്ത പേജാണ്. വെൻ അവിടെ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കണ്ടോളി, വെൻ ദ മജിസ്ട്രേറ്റ് അറൈവ്ഡ്. മജിസ്ട്രേറ്റ് എത്തിയപ്പോൾ, മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ ഉദ്യോഗസ്ഥൻ, അല്ലേ? ഒരു നിയമ ഉദ്യോഗസ്ഥൻ, ന്യായാധികാരി എന്ന് പറയില്ലേ, അതാണ്. ഓക്കെ, അപ്പോ മജിസ്ട്രേറ്റ് എത്തിയപ്പോൾ, ഇവിടെ കണ്ടോ വെൻ എന്ന് പറഞ്ഞാൽ പോൾ എന്നാണ്, പോൾ. അപ്പൊ എന്തായി? വെൻ ദ മജിസ്ട്രേറ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എത്തിയപ്പോൾ ഹി ആസ്ക്ഡ് ദ സർക്കസ് മാസ്റ്റർ. എന്നർത്ഥം ഹി ആസ്ക്ഡ് ദ സർക്കസ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സർക്കസ് മാസ്റ്ററിനോട് അല്ല പറഞ്ഞു, ചോദിച്ചു എന്നല്ല, പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ആസ്കിന്റെ കൂടെ ടു വന്നു കഴിഞ്ഞാൽ അതിന് ചോദിച്ചു എന്നല്ല അർത്ഥം, പറഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം, ആര്? നമ്മുടെ ഈ ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹം സർക്കസ് മാസ്റ്ററിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞോ? സൈൻ, ഒപ്പിടാൻ പറഞ്ഞു. വേണ്ടോ? ടു സൈൻ, ഒപ്പിടാൻ പറഞ്ഞു. എവിടെ? എ സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ ഒപ്പിടാൻ പറഞ്ഞു. ആരെന്ന് പറയാം? മജിസ്ട്രേറ്റ്. ആക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എടുത്തുകൊണ്ടുള്ള എന്നൊക്കെ അർത്ഥം. കണ്ടോളൂ. ആക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്. കണ്ടോ, ആക്സെപ്റ്റിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി വന്നതുകൊണ്ട് എന്താണ് റെസ്പോൺസിബിലിറ്റി? ഉത്തരവാദിത്തം, അല്ലേ? ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള എന്നായി. എന്താണ്? ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയിൽ ഒപ്പിടാൻ ആര് പറഞ്ഞു? മജിസ്ട്രേറ്റ് നമ്മുടെ സർക്കസ് മാസ്റ്ററോട് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ്? ഫോർ എനി ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അപകടത്തിനും, എന്തു ആയിക്കോട്ടെ, അപകടം എന്തു ആയിക്കോട്ടെ, ഏത് അപകടത്തിനും എന്താണ്? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയിൽ സൈൻ ചെയ്യാൻ നമ്മുടെ മജിസ്ട്രേറ്റ് ആരോട് പറഞ്ഞു? സർക്കസ് മാസ്റ്ററോട് പറഞ്ഞു. നീയാണ് ഉത്തരവാദിത്തം. ഓക്കെ, ടൈഗർ എന്ത് ചെയ്താലും നീയാണ് ഉത്തരവാദിത്തം. അത്ര ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒപ്പിടും. ഇനി അടുത്താണ് തകടൊളി. ദ സർക്കസ് മാസ്റ്റർ അഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു എന്നാണ്, അല്ലേ? അവസാനം സർക്കസ് മാസ്റ്റർ സമ്മതിച്ചു. മക്കളെ, ഇത് എൻ്റെതാണ്, ഈ ടൈഗർ എൻ്റെതാണ്. ഇതൊരു വെറും ടൈഗർ അല്ല, ഇത് പരിശീലനം കിട്ടിയ ടൈഗറാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഓക്കെ, അവസാനം സർക്കസ് മാസ്റ്റർ പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു, ഓക്കെ, ഞാൻ ഒപ്പിട്ടോളാം, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹ്യൂമറസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയോടെ എന്നാണ്, തമാശയോടെ. ഓക്കെ, തമാശയോടെ റോഡ്, എഴുതി. അപ്പോൾ സർക്കസ് മാസ്റ്റർ ഇങ്ങനെ എഴുതാണ് പ്രസ്താവന, അഗ്രിമെന്റ് എഴുതി ദ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, പ്രസ്താവന ഇൻ സംസ്കൃത്. അപ്പോൾ ഉണ്ടോ, ഇൻ സംസ്കൃത് ലാംഗ്വേജിൽ തമാശയോടെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി. നമ്മുടെ കളി. ഓക്കെ, അപ്പോൾ അതും ഓക്കെ ആയി. ഇനി അടുത്താണ് കണ്ടോളി. ഇവിടെയാണ് നമ്മുടെ ഷുഡ് ഹാവിൻ്റെ പ്രയോഗം കേട്ടോ. കണ്ടോളി മക്കളെ, കറക്റ്റ് മനസ്സിലാക്കിക്കോളി. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക. കണ്ടോളി. ദ പീപ്പിൾ ഷുഡ് ഹാവ് റിമെയിൻഡ് കാം. ഇവിടെ കണ്ടോ, റിമെയിൻഡ് കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തരായിരിക്കുക എന്നാണ്, അതായത് ശാന്തമായിരിക്കുക. അപ്പോൾ ഷുഡ് ഹാവിൻ്റെ കൂടെ വെർബ് തേർഡ് വന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും. ദ പീപ്പിൾ ഷുഡ് ഹാവ് റിമെയിൻഡ് കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ശാന്തരാകേണ്ടതായിരുന്നു. എന്താണ്? ജനങ്ങൾ ശാന്തരാകേണ്ടതായിരുന്നു. ഒരു ചെറിയ പ്രശ്നത്തെ വലിയതാക്കി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയില്ലേ, അവിടെയാണ് ഇത് പറയാം. ഞാൻ ഉദാഹരണം പറയാണ്. നിങ്ങൾക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, വിചാരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണമാണ്,
ഞാൻ നിങ്ങൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയിരുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ് ഇല്ല. ഇല്ലേ? നീയും അവരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും വേർപെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ബന്ധമല്ലേ, മിനിഞ്ഞാ തുടങ്ങിയ ബന്ധമല്ലേ? നിങ്ങൾക്ക് അവിടെ പോകണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞേ. ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മക്കളെ ഷുഡ് ഹാവ് പ്ലസ് വെറും തേർഡ് ഫോം. അപ്പോൾ ദ പീപ്പിൾ ഷുഡ് ഹാവ് റിമെയിൻഡ് കാം. ജനങ്ങൾ ശാന്തരാകേണ്ടതായിരുന്നു. അവർ വെറുതെ ചെറിയ പ്രശ്നത്തെ വലിയതാക്കി, അല്ലേ? മാത്രമല്ല ആൻഡ് ട്രൈഡ്, ശ്രമിക്കണമായിരുന്നു എന്ന്. ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ. എന്തെന്നറിയോ? ദ സിറ്റുവേഷൻ, സാഹചര്യം മനസ്സിലാക്കാനും ശ്രമിക്കണമായിരുന്നു. വെറുതെ ഒന്നും ശ്രമിക്കാതെ, ഒന്നും ചെയ്യാതെ വെറുതെ ചെറിയ പ്രശ്നത്തെ വലിയതാക്കി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഷുഡ് ഹാവ് പഠിച്ചല്ലോ മക്കളെ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 197. ഓക്കെ, 197 പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ അതിമനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഷുഡ് ഹാവിൻ്റെ കംപ്ലീറ്റ് ഉപയോഗം. ആ പേജ് കംപ്ലീറ്റ് ജസ്റ്റ് വായിക്കുക, അത്രേ ഉള്ളൂ. എന്താണ് പേജ് നമ്പർ 197 197, മറക്കണ്ട. ഇനി അടുത്താണ് കുഡ് ഹാവ്. എന്താ കണ്ടോളി, ഷുഡ് ഹാവ് കഴിഞ്ഞു. ഇനി അടുത്താണ് കുഡ് ഹാവ്. കുഡ് ഹാവ് പ്ലസ് വെർ തേർഡ് ഫോം. ദേ കുഡ് ഹാവ് ഹാൻഡിൽഡ് ഇറ്റ് മോർ വൈസ്ലി. ഇവിടെ ഉണ്ടോ? കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു പറയുമ്പോഴാണ്. എന്തൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു അല്ല, പാസ്റ്റിൽ കഴിഞ്ഞു പോയി. ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ, ഇന്നലെ നിങ്ങൾ അവിടെ പോയിരുന്നു, കല്യാണത്തിൽ പോയിരുന്നു പറയാം, അടുത്ത സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ പറയണം ഇല്ല. അതെന്തേ? ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നോ? സുഖമായിട്ട് പോകാൻ കഴിയുമായിരുന്നു. പോട്ടെ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ബിസിയാണ്, ഒരു സാരമില്ല, പോട്ടെ, ജോലിയാണ്. പക്ഷെ ഇന്നലെ സൺഡേ അല്ലായിരുന്നു, ഞായറാഴ്ച അല്ലേ? സുഖമായിട്ട് നിനക്ക് അവിടെ പോകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ പോകാൻ കഴിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുക. ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് അവളെ സഹായിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ സഹായിച്ചില്ല. ഇന്നലെ കല്യാണത്തിന് എനിക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ പോയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക കുഡ് ഹാവ് ഉപയോഗിക്കുക. കേട്ടോളി, ദേ കുഡ് ഹാവ് ഹാൻഡിൽഡ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക എന്നല്ല. അപ്പോൾ എന്തായി? അപ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. ആർക്ക്? ജനങ്ങൾക്ക്. ഇറ്റ് മോർ വൈസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിവേകത്തോടെ, അല്ലേ? അപ്പോൾ കൂടുതൽ വിവേകത്തോടെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. ഈഫ് എങ്കിൽ അല്ലതാ. ദേ ഹാഡ് നോൺ എന്ന് പറയാം. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക, അല്ല ഐ നോ എന്ന് അറിയുന്നല്ലോ. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞാൽ ഹാഡ് നോൺ അറിഞ്ഞിരുന്നു എന്നല്ലേ? അറിഞ്ഞിരുന്നു, ഹാഡ് നോൺ അറിഞ്ഞിരുന്നു. അതിന്റെ കൂടെ ഈഫ് വന്നുകൊണ്ട് ഈഫ് ദേ ഹാഡ് നോൺ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ, അറിയില്ലായിരുന്നു. എന്തറിഞ്ഞിരുന്നെങ്കിൽ അതുകൂടി കേട്ടോളൂ. ഇതാകട്ടുള്ളൂ. ദ ടൈഗർ വാസ് കുറച്ചൊന്ന് നോക്കിയേക്കാം. അതുപോലെ ദ ടൈഗർ വാസ് ഓക്കെ. ദ ടൈഗർ വാസ് ലുക്കിംഗ് ഫോർ. നമുക്കറിയാം ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക എന്നാണ്. തിരയുക. എന്ത് തിരയുക? എ പ്ലേസ്, ഒരു സ്ഥലം. എന്തിന്? ടു റെസ്റ്റ്, വിശ്രമിക്കാൻ, അല്ലേ? അപ്പോൾ ടൈഗർ വിശ്രമിക്കാൻ ഒരു സ്ഥലം തിരയുകയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? അവൾക്ക് കൂടുതൽ വിവേകത്തോടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ, സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നായി. മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് മക്കളെ. ഇത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 196. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. എന്താണ്? 196 ഓപ്പൺ ചെയ്യുക. അതിൽ വളരെ മനോഹരമായിട്ട് കുഡ് ഹാവിൻ്റെ പ്രയോഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞുണ്ടോ, ഇഫ് ദേ ഹാഡ് നോൺ, ഓക്കെ, അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത്, ആ പാവം ടൈഗർ റെസ്റ്റ് എടുക്കാൻ വിശ്രമിക്കാൻ ഒരു സ്ഥലം തിരയുകയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് കൂടുതൽ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു ആ ഒരു സാഹചര്യം, അല്ലേ? വെറുതെ ചെറിയ സാഹചര്യം വലിയതാക്കി മാറ്റിയവർ ജനങ്ങൾ, എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മൾ ഷുഡ് ഹാവിൻ്റെയും കുഡ് ഹാവിൻ്റെയും അതിമനോഹരമായ സംഭവങ്ങൾ പഠിച്ചു ആണല്ലോ. ഓക്കെ, പേജ് നമ്പർ 196, 197 ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് ജസ്റ്റ് വായിച്ചാൽ മതി. അത്രേ ഉള്ളൂ പറഞ്ഞില്ല. ഇനി അടുത്ത കണ്ടോളൂ മക്കളെ, എന്താ ഇൻ ദി എൻഡ്, അവസാനം. ഇൻ ദി എൻഡ്, അവസാനം എവ്രി വൺ ലേൺഡ്, അവസാനം എല്ലാവരും പഠിച്ചു എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഫിയർ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? പേടിയും അതുപോലെ തന്നെ തെറ്റിദ്ധാരണ, അല്ലേ? പേടിയും തെറ്റിദ്ധാരണയും കഴിയും. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു പ്രത്യേക പ്രയോഗം ഉണ്ട് മക്കളെ, മേക്ക് സീം എന്നാണ്. മേക്ക് സീം, ഇതൊന്ന് എഴുതി വെക്കണം, മറക്കരുത്. മേക്ക് സീം എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ്, തോന്നുക. അതിന്റെ കൂടെ മേക്ക് വന്നോണ്ടായി മേക്ക് സീം, തോന്നിപ്പിക്കുക എന്നായി. മേക്ക് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിപ്പിക്കുക. എന്ത്? അതിനിടയ്ക്ക് വന്നല്ലോ എ സ്മോൾ സിറ്റുവേഷൻ. അപ്പൊ ഒരു ചെറിയ സിറ്റുവേഷൻ, ഒരു ചെറിയ സാഹചര്യം പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ സാഹചര്യം തോന്നിപ്പിക്കാൻ കഴിയും. എന്തെന്നറിയോ? നമ്മുടെ പേടിയും അതുപോലെ തെറ്റിദ്ധാരണ. ഈ രണ്ട് കാര്യങ്ങളും ചെറിയ സാഹചര്യത്തെ വലിയ കാര്യമാക്കി തോന്നിപ്പിക്കാൻ കഴിയുന്നതായി. കണ്ടോളി, ഡേഞ്ചറസ്, അപകടകരമായി തോന്നിപ്പിക്കാൻ കഴിയുന്നതായി, അല്ലേ? ഒരു ചെറിയ സാഹചര്യം അപകടകരമായി തോന്നിപ്പിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ കഴിയും. ഏതൊക്കെയാണ്? നമ്മുടെ പേടി, അതുപോലെ തന്നെ എന്താണ്? മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ. ഉറപ്പാണല്ലോ, സത്യമാണത്, അങ്ങനല്ലേ? ഉറപ്പാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. ഇനി ആ സ്റ്റോറിയുടെ ജസ്റ്റ് മോറൽ ഒന്ന് നോക്കാം. കണ്ടോളി, മോറൽ ഓഫ് ദ സ്റ്റോറി, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ഗുണപാഠം കണ്ടോളി. സംടൈംസ്, ചിലപ്പോൾ, അവർ ഫിയർ, നമ്മുടെ പേടി, ഈസ് ഗ്രേറ്റർ, വലുതാകുന്നു അല്ലെങ്കിൽ വലുതാണെന്നാണ്. എന്താണ്? ചില സമയങ്ങളിൽ നമ്മുടെ പേടി വലുതാണ് നേക്കാൾ. എന്തിനേക്കാന്നറിയോ? ദ റിയൽ ഡേഞ്ചർ, യഥാർത്ഥ അപകടം. അപ്പൊ യഥാർത്ഥ അപകടത്തെക്കാൾ വലുതാണ് നമ്മുടെ പേടി, അല്ലേ? ചില സമയങ്ങൾ അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അത്ര പേടിക്കേണ്ട ആവശ്യമില്ല, അപകടമൊന്നും അത്രയൊന്നുമില്ല. പക്ഷെ നമ്മളെ പേടി എന്താണ്? അതിനേക്കാൾ എത്രയോ വലുതാണ്. അപ്പൊ ചില സമയങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി പറയാണ്, വെൻ വി സ്റ്റേ കാം, നമുക്കറിയാം സ്റ്റേ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശാന്തമായിരിക്കും, അല്ലേ? വെൻ വി സ്റ്റേ കാം, നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ, ആൻഡ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്, സത്യം മനസ്സിലാക്കുമ്പോഴും. രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ ശാന്തരായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സത്യം മനസ്സിലാക്കുമ്പോഴും. എന്താണ്? ഈവൻ, പോലും എന്നാണ്, പോലും. എ ഫ്രൈറ്റനിങ് സിറ്റുവേഷൻ, എന്തായി? ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യം പോലും ആയി. എന്താണ്? ഈവൻ എ ഫ്രൈറ്റനിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യം പോലും ക്യാൻ ബിക്കം, ആയിത്തീരാൻ കഴിയും, അല്ലെങ്കിൽ ആകാൻ കഴിയും. എന്താണെന്ന്? സിമ്പിൾ, എളുപ്പമുള്ളതും, ആൻഡ് അതുപോലെ തന്നെ മാനേജബിൾ എന്ന് വെച്ചാൽ സിമ്പിൾ, എളുപ്പമുള്ളതും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായി മാറുന്ന പറയുന്നത്. ഓക്കെ, എന്താണ്? പേടി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ ശാന്തരായിരിക്കുക, അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക, സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പേടിപ്പെടുത്തുന്ന സാഹചര്യം പോലും എന്തായി? അതൊരു സിമ്പിൾ, എളുപ്പമുള്ളതായി മാറുന്ന ഈ ഒരു എന്താ പറയുന്നത് കഥ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനം ഇവിടെ നമ്മുടെ എന്ത് അവസാനിച്ചു? നമ്മുടെ ഈ ഒരു ടൈഗർ ടൗണിലേക്ക് വന്ന കഥ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, അതൊന്നും മറക്കരുത്. മറക്കാതെ പേജ് ഓപ്പൺ ചെയ്യുക. 196 7 ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് വായിക്കാം. താങ്ക് യു എവരിവൺ.